അസ്സലാമു അലൈക്കും. ഇന്ന് ആലിയയുടെ പെണ്ണ് കാണൽ. ഫൈസിയും മക്കളും വാപ്പയും ഫൈസിയുടെ ജ്യേഷ്ഠനും ഭാര്യയും ഫാസിലയും ഭർത്താവും ഡോക്ടർ സേറായും ഉൾപ്പെടെ വലിയൊരു നിര തന്നെ ആലിയയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഹാളിൽ ഇരിക്കുകയാണ്. പരസ്പരം എല്ലാവരെയും പരിചയപ്പെടുത്തിയും പരിചയപ്പെട്ടുമൊക്കെ സമയം നീങ്ങി. ഫൈസിയുടെ ചെറിയ മോൻ അവൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. മൂത്ത മകൻ അലക്ഷ്യമായി എങ്ങോ നോക്കിയിരിക്കുകയാണ്. മിസ്രിയ മോളെയും വിളിച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അവളുടെ നോട്ടം വന്നിരിക്കുന്ന കുട്ടികളിലായിരുന്നു. പിന്നീട് ആലിയെ അവളുടെ മാമ തന്നെയാണ് കൂട്ടിക്കൊണ്ടുവന്നത്. എല്ലാവർക്കും മുന്നിലും വന്നു നിൽക്കുമ്പോൾ അവൾക്ക് കയ്യും കാലും വിറക്കുന്നത് പോലെ തോന്നി. മാമ ചേർത്ത് പിടിച്ചിരുന്നത് കൊണ്ട് ആ ബലത്തിൽ മാത്രം ഒതുങ്ങി നിന്നവൾ ഫൈസിയെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും മുഖത്ത് നോക്കി അവളൊരു കുഞ്ഞു ചിരി നൽകി. അതിലും ഒരു വെപ്രാളം നിറഞ്ഞിരുന്നു. വന്നവർക്കൊക്കെ ആലിയയെ ഒരുപാട് ഇഷ്ടമായി. അവളെ ഇഷ്ടമായതിലുള്ള തൃപ്തി എല്ലാവരുടെയും മുഖത്തും പ്രകടമായിരുന്നു. സേറ ഫൈസിയെ നോക്കി. ഫൈസി മറ്റെങ്ങോ നോക്കിയിരിക്കുകയാണ്. ആലിയോട് മോളിന് പൊയ്ക്കോ എന്നും അദ്ദേഹം പറയുമ്പോൾ ജീവനം കൊണ്ടവൾ തിരികെ അടുക്കളയിലേക്ക് പോയി. എൻ്റെ പൊന്നോ, ഇത്രയും നല്ലൊരു പയ്യനെ കളഞ്ഞിട്ടില്ല അവൾ. ആരെ കൂടെ പഠിച്ചോനെ ഓടിച്ചോയത്? എന്ത് ലുക്കാടി കാണാൻ! ഹോ, ആൻസം മാൻ. ആലിയയുടെ മാമാടെ ഇളയ മകൾ അത് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി. അവൾക്കെങ്ങാനും ഭ്രാന്താവും. വല്ല മുള്ളുമുരിക്കലും പിടിച്ച് കയറ്റാൻ ആളില്ല. അല്ലാതെ പിന്നെ ഈ മനുഷ്യൻ്റെ അടുത്ത് നിന്നൊക്കെ ഏതെങ്കിലും പെൺപിള്ളേർ പോവോ? അവർക്ക് പിന്നെയും അതിശയം. വെളുത്ത് ചുവന്നത് പോലെയുള്ള ഫൈസിയുടെ നിറവും കറുത്തൽപ്പം വീതിയുള്ള പുരികവും ചെറിയ കണ്ണുകളും ഉയർന്ന നെറ്റിത്തടവും വെട്ടിയെടുത്തിയ ഒതുക്കാത്ത കട്ടത്താടിയും മീശം ഇളം ചുവപ്പ് ചുണ്ടുകളും ആക്കെ കൂടി ആര് കണ്ടാലും നോക്കി നിന്ന് പോവും ഫൈസിയെ. ആലിയയുടെ മാമാടെ മക്കളും ആകെ അന്തം വിട്ട നിൽപ്പാണ് ഫൈസിയെ കണ്ടിട്ട്. ആലി, നിന്റെ ചെക്കന് സൂപ്പറാടി. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. അത് പറയുമ്പോൾ അവരുടെ വാക്കുകളിൽ സന്തോഷം നിറഞ്ഞിരുന്നു. ആലി അപ്പോഴും ഒന്നും മിണ്ടാതെ നിസ്സംഗതയോടെ അവരെ നോക്കി നിന്നു. ഇനിയിപ്പോൾ ചെറുക്കന് വല്ല ഫിസിക്കൽ പ്രോബ്ലം എങ്ങനെയാണോ? അതാണോ അവൾ ഓടിയത്? ആ സംശയം ബാസിദിൻ്റെ ഭാര്യയ്ക്കായിരുന്നു. ഏയ്, അങ്ങനെയൊന്നും കാണില്ല. പിന്നെ എങ്ങനെ 3 മക്കളുണ്ടായി? ചില പെണ്ണുങ്ങൾ അങ്ങനെയാ, മെത്തയിൽ പിടിച്ച് കിടത്തിയാൽ കിടക്കൂല. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് കേട്ടിട്ടില്ലേ? ഇതങ്ങനെ പോയതാ. എന്തായാലും നമ്മുടെ ആലിയുടെ ഭാഗ്യം. ഫൈസിയെ കണ്ട് ഇഷ്ടമായതോടെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കട്ടെ. ആലിയയുടെ മാമ പറയുന്നത് കേട്ടതും ഫാസിലയുടെ നേർക്ക് തറപ്പിച്ചിട്ട് നോട്ടം നോക്കി. അവനാ പറഞ്ഞതൊന്നും ഇഷ്ടമാവാത്തതുപോലെ അവൾ ഫൈസിയെ ദയനീയമായി ഒന്ന് നോക്കി. ഒന്ന് കൂടെ പോയി ഇക്കാക്ക എന്നൊരു ഭാവം അവളിൽ തെളിഞ്ഞു. പിന്നെ മറ്റൊരു വഴിയും ഇല്ലാതെ ഫൈസി മോനെ മടയിൽ നിന്നും എടുത്ത് സോഫയിലേക്ക് ഇരുത്തിയിട്ട് ഹാളിൽ നിന്നും കാണുന്ന മറ്റൊരു ബാൽക്കണിയിലേക്ക് നടന്നു. എല്ലാവരും നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നവളും ആ പുറകെ വിറക്കുന്ന കാലടികൾ എടുത്തു വെച്ച് നടന്നു. അന്ന് വരെ ആ വീടിൻ്റെ എല്ലാ മുക്കും മൂലയും മറിയുന്നവൾ ആ നിമിഷം ആ വീടിൻ്റെ അകത്തളങ്ങളിൽ ഏതെന്നറിയാത്ത അവൻ നടന്നു പോയ വഴിയിലൂടെ അവനെ പിന്തുടർന്നു. എല്ലാവർക്കും മുന്നിൽ നിന്നും ഇരുവരും മറഞ്ഞതും മറ്റു കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരം തുടങ്ങി. ബാൽക്കണിയിലെ ഗ്രില്ലിൽ പിടിച്ച് മുന്നോട്ട് നോക്കി നിൽക്കുമ്പോൾ ഫൈസിയുടെ മനസ്സ് നിറയെ ആദ്യമായി പെണ്ണു കാണാൻ പോയ ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. എൻ്റെ മുന്നിൽ നാണത്തോടെ നിന്ന സെഫീന തൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും ചെറിയൊരു പുഞ്ചിരിയോടെ അതിലൊരുപാട് നാണത്തോടെ മറുപടി പറഞ്ഞവൾ തൻ്റെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കാൻ കഴിയാതെയുള്ള അവളുടെ നിൽപ്പും ചിരിയും നാണവും അന്ന് ഞാൻ എത്ര ആസ്വദിച്ചതാണ്. അവളുടെ മനോഹരമായ ചിരിയും മധുരമുള്ള ശബ്ദവുമൊക്കെ അന്ന് ഹൃദയത്തിൽ നിറച്ചു വെച്ചതാണ്. സംസാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ അവളെ തന്നെ മതിയെന്ന് വീട്ടുകാരോട് പറഞ്ഞ് ഉറപ്പിച്ചു. ആ ദിവസങ്ങളിലേക്ക് തന്നെ മനസ്സ് അലറിപ്പാഞ്ഞ് ഓടുമ്പോൾ അതിന് കടിഞ്ഞാണിടാൻ കഴിയാതെ ഹൃദയവേദനയോടെ ഫൈസി നിന്നു. ഇത്രയൊക്കെ ഓർക്കരുത് എന്ന് മനസ്സിൽ വിചാരിച്ചാലും അത് തന്നെ മനസ്സിൻ്റെ ഓർമ്മകളിലേക്ക് വരുന്നു. ഇന്ന് തൻ്റെ ബാക്കിൽ വന്ന് നിൽക്കുന്നവളെ ഫൈസി കണ്ടില്ല. അവളോട് ഒരു വാക്കുപോലും ചോദിക്കാൻ കഴിയാതെ അവൻ അസ്വസ്ഥനായി നിന്നു. ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അവൾ തൻ്റെ തൊട്ടുപിറകിൽ ഉണ്ടോ എന്ന് അറിയാൻ കഴിയാതെ ആ നിമിഷം അവൻ വേദനിച്ചു പോയി. ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് പോലും തോന്നിപ്പോയവന്. അവന് പുറകിൽ എന്ത് പറയണമെന്നോ എന്ത് ചോദിക്കണമെന്നോ അറിയാതെ അവളും നിന്നു. രണ്ടുപേരും പലവിധ ഓർമ്മകളിൽ നിൽക്കുമ്പോൾ അവർക്കിടയിലേക്ക് ഫാസിൽ വന്നു. അത് ശരി, രണ്ടാളും 2 സൈഡ് നിൽക്കുകയാണോ? സംസാരിച്ചില്ലേ? അത് സംസാരിച്ചു കഴിഞ്ഞോ? ഫാസിലയുടെ ശബ്ദം കേട്ടതും ഏതോ ഓർമ്മകളിൽ നിന്നും നെട്ടി തിരിഞ്ഞു നോക്കി.
അവളെ ഇന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ആലിയയുടെ മുന്നിലൂടെ തല കുനിച്ച് പുറത്തേക്ക് പോയി. എന്തെങ്കിലും സംസാരിച്ചോടി? ആശങ്കയോടെയാണ് ഫാസില തിരക്കിയത്. ഇല്ല, പതിഞ്ഞു പോയിരുന്നു അവളുടെ ഒച്ച. ഒന്നും തോന്നിയേക്കില്ലടി. ഈ വിവാഹം വേണ്ടെന്ന് വെക്കല്ലേ. ആ പോയ മനുഷ്യനെ ഒരുപാട് തളർന്നു പോയി, ശാരീരികമായും മാനസികമായും. ഇനിയൊന്ന് നിവർന്നു നിൽക്കണമെങ്കിൽ, ആ മുഖത്തൊരു ചിരി വിരിയണമെങ്കിൽ കളങ്കമില്ലാത്ത സ്നേഹം ആ മനസ്സിലേക്ക് ചെന്നെത്തണം. അതുവരെ എൻ്റെ ഇക്കാക്ക തളർന്നു തന്നെ ഇരിക്കും. സ്നേഹത്തിന് കിട്ടിയ തിരിച്ചടി വളരെ വലുതായിരുന്നു. ഇന്ന് ആ ഷോക്കിൽ നിന്നും മുക്തനായിട്ടില്ല എൻ്റെ ഇക്കാക്ക. അതുകൊണ്ടാണ് നിന്നോടൊരു വാക്കുപോലും സംസാരിക്കാൻ കഴിയാതെ നിന്നുപോയത്. ക്ഷമാപണം പോലെ ആലിയയുടെ കൈകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഫാസില പറഞ്ഞു. അതൊന്നും സാരില്ലിത്ത, എനിക്ക് മനസ്സിലാവും. ഫാസിലയുടെ ആവലാതി കണ്ടവൾ അറിയാതെ പറഞ്ഞുപോയി. പിന്നീട് അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്നും ചിന്തിച്ചു പോയി. ആത്മാർത്ഥമായി ഒരുവളെ ഹൃദയം നിറച്ച് സ്നേഹിച്ചവന് കിട്ടിയ തിരിച്ചടി, അത് ആ മനുഷ്യനിൽ ഏൽപ്പിക്കുന്ന ആഘാതം, അതെത്ര വലുതാണെന്ന് തനിക്ക് മനസ്സിലാവും. താനും ആ വേദന അനുഭവിച്ചതാണ്. അപ്പോൾ തൻ്റെ മുന്നിലൂടെ പരിചിതനെ പോലെ കടുത്ത അപമാനം പേറി തലകുനിച്ച് ഇറങ്ങിപ്പോയവനെ വളരെ പെട്ടെന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സാരില്ലിത്ത എന്ന് താൻ പോലും അറിയാതെ പറഞ്ഞു പോയത്. ഒരു പുരുഷൻ്റെ ഹൃദയം നിറയെ സ്ഥാനം കിട്ടാനും ആ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞ് ജീവിക്കാനുമൊക്കെ ഭാഗ്യം വേണം. ചതിയും വഞ്ചനയും നിറഞ്ഞാടുന്ന ഈ കാലത്ത് ഇതുപോലൊരു പുരുഷൻ്റെ ഭാര്യയായിരുന്നിട്ടും എന്തിനാ സ്ത്രീ ഈ മനുഷ്യനെ ചതിച്ച് കടന്നു കളഞ്ഞത്? ആ മക്കളെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിഞ്ഞത്? എത്ര സന്തോഷമുള്ള ജീവിതത്തെ ആയിരിക്കും അവർ തട്ടിത്തെറിപ്പിച്ച് പോയത്. അപ്പോൾ ഈ മനുഷ്യനെ ഓർക്കാതെ അവർക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടാവോ? ആലി! ഫാസിലെ വിളിക്കുമ്പോൾ നെട്ടലോടെ ആ മുഖത്തേക്ക് നോക്കിയവൾ. ആ നിൽപ്പിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയവൾ. പിന്നീട് വിവാഹത്തിൻ്റെ തീയതി കൂടി തീരുമാനിച്ചിട്ടാണ് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞത്. ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല. 10 ദിവസം. അതിനുള്ളിൽ വിവാഹം നടത്താൻ എല്ലാവരും കൂടി തീരുമാനിച്ചു. ഒരുപാട് ആളൊന്നും വേണ്ട. ഇരു കൂട്ടരിലെയും സഹോദരങ്ങൾ മാത്രം. ആലിയയുടെ മാമയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് വിവാഹം നടത്തുന്നത്. ആലി, എന്ത് പറഞ്ഞടി നിന്റെ ചെക്കൻ? എല്ലാവരും പോയി കഴിഞ്ഞതും ആലിയയുടെ മാമയുടെ മൂത്ത മകൾ ചോദിച്ചപ്പോൾ അതിനെന്ത് മറുപടി പറയണമെന്നറിയാതെ നിന്നുപോയവൾ. പറ പെണ്ണെ, ഫൈസ എന്താ ചോദിച്ചത്? ആൾ ഭയങ്കര ഇൻട്രോവേർട്ട് ക്യാരക്ടറാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ പോലും ഒറ്റ വാക്കിനാണ് മറുപടി. ഒന്ന് ചിരിച്ചതുപോലുമില്ല ആരോടും. ആരുടെയും മുഖത്ത് നോക്കുന്നില്ല. മുഖത്ത് ഭയങ്കര നിരാശയാണ്. ഭാര്യ പോയതിൻ്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. പാവം. സഹതാപം നിറഞ്ഞ് അവളുടെ വാക്കുകളിൽ. ആലിയ രജനിയുടെ മുഖത്തേക്ക് നോക്കി. ഈ സഹതാപം നിറഞ്ഞ നോട്ടമാണ് വീണ്ടും വീണ്ടും നമ്മളെ തളർത്തിക്കളയുന്നത്. ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ആത്മവിശ്വാസം നൽകി കൈപിടിച്ചുയർത്തുന്നതിന് പകരം കണ്ടു നിൽക്കുന്ന മനുഷ്യരെങ്ങനെ സഹതപിച്ചാലേ നമ്മുടെ ആത്മവിശ്വാസത്തെ വീണ്ടും കൊന്നുകളയും. നിന്ന് സ്വപ്നം കാണാതെ ഒന്ന് പറ പെണ്ണേ, ഫൈസ എന്താ നിന്നോട് പറഞ്ഞത്? ചിന്തിച്ചു നിൽക്കുന്നവളെ കയ്യിലൊരു തട്ട് കൊടുത്തവൾ വീണ്ടും ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞുപോയി ആലിയ. എന്തൊക്കെയോ പറഞ്ഞു. അതായിരുന്നു അവളുടെ മറുപടി. എന്തുകൊണ്ടോ ഫൈസ തന്നോടൊന്നും ചോദിച്ചില്ലെന്ന് അവരോട് പറയാൻ അവൾക്ക് തോന്നിയില്ല. വീണ്ടും ആ മനുഷ്യനെ മറ്റുള്ളവരെ മുന്നിൽ അപമാനിക്കാനോ ആ മനുഷ്യൻ്റെ വില കുറച്ച് കാണിക്കാനോ തോന്നിയില്ല അവൾക്ക്. ഒന്നും സംസാരിച്ചില്ലെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാലോ? ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ഫൈസയെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞവൾക്ക്. ആഹാ, എന്തൊക്കെയെന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്നൊരു ഊഹമില്ലെങ്കിലും നിങ്ങൾ സംസാരിച്ചല്ലോ, അത് മതി. അതും പറഞ്ഞുകൊണ്ടവർ പല വഴി പിരിഞ്ഞു. താൻ എന്തൊക്കെയോ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് എന്ന് പോലും തിരിച്ചറിയാനാവാതെ ആലിയ അവിടെ തന്നെ നിന്നുപോയി. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് സെഫീന കട്ടിൽ നിന്നും എണീറ്റത്. സെഫീനയും ഷംനാദും ഇപ്പോൾ ലോഡ്ജിലാണ് താമസം. വളരെ ചെറിയ, അധികം വൃത്തിയൊന്നുമില്ലാത്തൊരു റൂം. മുൻപ് കുറച്ചുകൂടി വൃത്തിയുള്ള റൂമൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ കയ്യിലുള്ള പൈസ ഏകദേശം തീരാറായി വരുന്നുണ്ട്. അതുകൊണ്ട് റേറ്റ് കുറഞ്ഞ റൂം എടുക്കാമെന്ന് ഷംനാദാണ് പറഞ്ഞത്. സമ്മതിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. ഒരു പരിചയക്കാരി പോലുമില്ലാത്ത നാട്ടിലാണിപ്പോൾ താമസിച്ചത്. അലഞ്ഞലഞ്ഞ് മടുത്തു തുടങ്ങി സെഫീനക്ക്. ഷംനാദിന് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമില്ല. കയ്യിലുള്ള പൈസ കൊണ്ട് എന്തെങ്കിലും കഴിക്കുക, എവിടെയെങ്കിലും കിടക്കുക, ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ തൻ്റെ ശരീരം തേടിയെടുക്കുക. സെഫീനക്ക് പക്ഷേ വൃത്തിയും വെടുപ്പമില്ലാത്ത അന്തരീക്ഷവും രുചിയില്ലാത്ത ഭക്ഷണമൊക്കെ കഴിച്ച് ആളുകളുടെ തുറിച്ചുനോട്ടവുമൊക്കെ കണ്ട് മനസ്സ് മടുത്ത് തുടങ്ങിയിട്ടുണ്ട്. മുഷിച്ചിലൂടെ എണീറ്റ് ചെന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ്. തലയിൽ നിറച്ച് കനകാംബരപ്പൂവും വെച്ച്
ഇരു കൈകളും നിറച്ച കുപ്പിവളകളൊക്കെ ഇട്ടൊരു സ്ത്രീ. കാണാൻ എണ്ണക്കറുപ്പാണവർ. അല്പം തടിച്ചൊരു സ്ത്രീ. അവളെ നെറ്റിച്ചുളിച്ച് നോക്കി നിന്നവൾ ഉള്ളിലേക്കൊന്ന് എത്തി നോക്കി. ആ പയ്യനെവിടെ? നീയും അവനും തമ്മിൽ എന്താ സംബന്ധം? അവരീ റൂമിൽ താമസം തുടങ്ങിയ ശേഷം പലപ്പോഴും അവളെ തുറച്ച് നോക്കാറുണ്ടെങ്കിലും ഇതുവരെ അവളോടൊന്നും സംസാരിച്ചിട്ടില്ല ആ സ്ത്രീ. അവർ ലോഡ്ജിൻ്റെ ഓണറിൻ്റെ ഭാര്യയാണവർ. മുന്നിൽ വന്ന് നിന്ന് എടുത്തടിച്ചു പോലെയുള്ള അവയുടെ ചോദ്യം സെഫീനക്ക് തീരെ പിടിച്ചില്ല. സെഫീനക്ക് ദേഷ്യം വന്നുപോയി അവയുടെ ആ ചോദ്യം കേട്ടതും. ദേഷ്യത്തോടെ എന്തോ പറയാനായി നാവെടുത്തെങ്കിലും എന്തോ ഓർമ്മ വന്നവൾ നാവിനെ അടക്കി. ഇനി അവർ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഷംനാദിന് ദേഷ്യം വരും. കുറെ കഷ്ടപ്പെട്ട് കിട്ടിയതാണ് ഇവിടെ. ഒളിച്ചു താമസിക്കുന്നത് കൊണ്ട് എല്ലായിടത്തും കയറി ചെല്ലാൻ പറ്റില്ല. ചോദിച്ചത് കേട്ടില്ലേ ആ പയ്യൻ ആരാണെന്ന്? അവരുടെ ചോദ്യത്തിന് ഉത്തരമൊന്നും കൊടുക്കാതെ തുറച്ചു നോക്കി നിൽക്കുന്നവളോട് വീണ്ടും ഒരൽപ്പ ദേഷ്യത്തിലോടാണവർ ചോദിച്ചത്. എൻ്റെ ഭർത്താവ്. ദേഷ്യം കടിച്ചമർത്തി സെഫീന പറയുമ്പോൾ അവരന്തം വിട്ടവളെ നോക്കി നിന്നു. ഇത്രയും ചെറിയ പയ്യനോ? തമിഴ് നിറഞ്ഞ അവരുടെ സംസാരം മനസ്സിലായെങ്കിലും ഒന്നും മനസ്സിലാക്കുന്നത് പോലെ അവൾ നടിച്ചു നിന്നു. പ്രേമിച്ച് ഓടിപ്പോന്നതാണോ നീയും അവനും? തമിഴും മലയാളവും ഇടകലർത്തിട്ട് ചോദിക്കുമ്പോൾ സെഫീനെ പിടിച്ചു നിർത്തിയ ദേഷ്യമൊക്കെ മുഖത്തേക്ക് ഇരച്ചു കയറി. ആണെങ്കിൽ നിങ്ങൾക്കെന്താ? അവരുടെ നേർക്കൊരു ചാട്ടമായിരുന്നു സെഫീന. ചൊറിഞ്ഞുള്ള അവരുടെ ചോദ്യത്തിന് മുന്നിൽ സെഫീനക്ക് ക്ഷമ നശിച്ചിരുന്നു. ഇതിലും അപ്പുറം ഇപ്പോഴത്തെ സാഹചര്യം, ജീവിത രീതികൾ എല്ലാം കൂടി അവളെ ശ്വാസം മുട്ടിച്ചു തുടങ്ങിയിരുന്നു. എങ്ങനെ ജീവിച്ചതാണ്? ഇപ്പോഴത്തെ സാഹചര്യം ഭ്രാന്തി പിടിപ്പിക്കുന്നു. ഏതോ ഒരു ലോകത്ത് ജീവിക്കുകയായിരുന്നു ഇതുവരെ. അവിടെ സുഖാനുഭൂതിയിൽ മുങ്ങിക്കുളിക്കായിരുന്നു കുറച്ചു നാൾ വരെ. ഇന്നതൊക്കെയും ഒരു ചില്ലുകട്ടാരം പോലെ ഒരറ്റത്ത് നിന്ന് തകർന്നു തുടങ്ങിയിട്ടുണ്ട്. ആകെ സമാധാനക്കേടാണ്. പൊയ്ഡയിലാണ് ഇതുപോലെയുള്ളൊരു മാരണങ്ങൾ. അവൻ ചെറുതായാലും വലുതായാലും ഇവർക്കെന്താ? ഞാനെൻ്റെ അവരെ പേടിക്കണം? ഓസിനൊന്നല്ലല്ലോ. ചോദിച്ചു കാശ് എണ്ണിക്കൊടുത്തിട്ടല്ലേ ഇവിടെ താമസിക്കുന്നത്. മനസ്സിൽ വിചാരിച്ചു കൊണ്ടവൾ അവർക്ക് മുന്നിൽ ആ ഡോർ ദേഷ്യത്തോടെ അടച്ചു. ഒന്ന് കരയാൻ പോലും കഴിയാതെ നിസ്സഹായി നിന്നുപോയി സെഫീന. ഉള്ളിലേക്ക് മഴവെള്ളം കുത്തിയൊലിക്കും പോലെ ഓർമ്മകൾ വന്നറിയാൻ തുടങ്ങിയിട്ട് ദിവസം കുറച്ചായി. പക്ഷെ അപ്പോഴൊക്കെ കണ്ണുകൾ ഇറക്കെ അടച്ച് അതൊക്കെയും വീണ്ടും മറവിലേക്ക് പിന്തള്ളാൻ ശ്രമിച്ചു. പക്ഷെ കഴിയുന്നില്ല. ഇനിയും മുന്നോട്ട് എന്തെന്ന് പോലും അറിയാതെ ആ കുടിസുമുറിയിൽ പുകയുന്ന കണ്ണുകളുമായി അവനെയും കാത്തവളിരുന്നു. സെഫീനയും ഷംനാദും താമസിക്കുന്ന ലോഡ്ജിൻ്റെ ഉടമ ശെൽവരാജിൻ്റെ ഭാര്യ തങ്കമണി. സെഫീന വലിച്ചടിച്ച ഡോറിന് മുന്നിൽ അവർ അതീവ ദേഷ്യത്തോടെ നിന്നു. അവരുടെ ഭർത്താവ് സെൽവരാജ് സ്ത്രീ വിഷയങ്ങളിൽ അതീവ താല്പര്യനാണ്. പല സ്ത്രീകളുമായി അയാൾക്ക് ബന്ധവുമുണ്ട്. അതവർക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ സെഫീന വന്നതിന് ശേഷം എപ്പോഴും അയാളുടെ കണ്ണുകൾ ഈ റൂമിൻ്റെ മേലാണ്. ഇതിനു മുമ്പും ഇവിടെ താമസിക്കുന്ന പല സ്ത്രീകളുമായി അയാൾക്ക് ബന്ധമുണ്ട്. സ്വന്തം കൺമുന്നിൽ ഇതുപോലെ ഭർത്താവിൻ്റെ അഴിഞ്ഞാട്ടം കാണുമ്പോൾ സഹിക്കാൻ കഴിയില്ലെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും അയാളെ എതിർക്കാനുള്ള കഴിവില്ല അവർക്ക്. അയാളുടെ കൈക്കരുത്തിന് മുന്നിൽ അവരെപ്പോഴും മൗനം തുടർന്നു. ഭർത്താവിൻ്റെ തനി സ്വരൂപം എന്താണെന്ന് അവളോട് പറഞ്ഞ് മനസ്സിലാക്കാനും അയാളിൽ നിന്നും അവളെ വഴിതിരിച്ച് വിടാനുമൊക്കെയാണ് അവരെ റൂമിന് മുന്നിൽ വന്നത്. പക്ഷേ അവരുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ സെഫീന വാതിൽ വലിച്ചടഞ്ഞു കളഞ്ഞപ്പോൾ ഇനി മറ്റുള്ള സ്ത്രീകളെപ്പോലെ അവൾക്കും തൻ്റെ ഭർത്താവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അവർക്ക് സംശയമായി. പിന്നെയും എന്തു ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം അവിടെ നിന്നിട്ട് അവരുടെ വീട്ടിലേക്ക് കയറിപ്പോയി. ഷംനാദ് വരുമ്പോൾ അന്ന് പതിവിലും താമസിച്ചിരുന്നു. സാധാരണ 9-10 മണിക്കൊക്കെ വരാനുള്ളവൻ ഇന്ന് വന്നത് 12 മണിക്കാണ്. ഇവിടെ വന്നിട്ടിപ്പോൾ 1 മാസത്തോളമായി. പതിയെ പുതിയ കൂട്ടുകെട്ടിലേക്ക് അകപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടവൻ. കൂട്ടുകാർക്കൊക്കെ അറിയേണ്ടത് സെഫീനയെക്കുറിച്ചാണ്. ചോദിക്കുന്നവരോടൊക്കെ അവൾ ആരാണെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ടവൻ. അവനൊരു ഒളിവും മറവും ഒന്നുമില്ല. പിന്നെ ആര് കണ്ടാലും സെഫീനെ ഒരു തരം ആക്കി ചിരിയും ചുമയുമാണ്. ഷംനാദ് കൂടെ ഇല്ലാത്തപ്പോഴൊക്കെ ആരൊക്കെയോ ഡോറിൽ വന്ന് മുട്ടിപ്പോവാറുണ്ട്. ശെൽവരാജ് പലപ്പോഴായി എന്തൊക്കെ പറയാനെന്ന വ്യാജാനെ അവളെ സമീപിക്കാറുണ്ട്. ഓരോരുത്തരും തന്നെ നോക്കുന്ന നോട്ടവും അടക്കി പിടിച്ചുള്ള സംസാരങ്ങളും ഒക്കെ കണ്ടും കേട്ടും ഭ്രാന്തി പിടിച്ചാണ് ഇപ്പോൾ സെഫീന ഓരോ നിമിഷവും നടക്കുന്നത്. ഇന്ന് വന്നപ്പോൾ നന്നായി കുടിച്ചിട്ടുണ്ടവൻ. ഇപ്പോൾ അങ്ങോട്ടൊന്നും അവനോട് പറയാൻ കഴിയില്ല. എന്തെങ്കിലും മിണ്ടിപ്പോയാൽ ഇപ്പോൾ ദേഷ്യമാണ്. ആരൊക്കെ ചേർന്ന് മദ്യം വാങ്ങി കൊടുക്കുന്നുണ്ട്. അവൻ്റെ കയ്യിലുള്ള പൈസ നന്നായി ചെലവാക്കുന്നുണ്ട്.
നല്ലൊരു റൂമെടുത്ത് മാറിപ്പോകാമെന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല. സെഫീനയുടെ കയ്യിൽ ഇപ്പോൾ ഒരു രൂപയുമില്ല. ആദ്യമേ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ അവനെ ഏൽപ്പിച്ചു. എല്ലാം ഫൈസൽ അയച്ച് കൊടുത്തിരുന്ന പൈസ മാറ്റിവെച്ചതാണ്. കുറച്ചധികം സ്വർണം ഉണ്ടായിരുന്നതും വിറ്റു. ഈ പണമൊക്കെ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നതിന് ഒരു തെളിവുമില്ല. പൈസ ഇല്ല എന്ന് ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ഉള്ളിൽ ആദിയാണ്. എത്ര പെട്ടെന്ന് ഈ പൈസയൊക്കെ തീർന്നത് എങ്ങനെയാണ്? അതൊക്കെ ആരോട് ചോദിക്കാനാണ്? മുൻപൊന്നും ദേഷ്യപ്പെടാറില്ലായിരുന്നു അവൻ. ഓരോ നിമിഷം സ്നേഹം കൊണ്ട് മൂടിയിരുന്നവൻ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ കടിച്ചു കീറി തിന്നാൻ വരും. കട്ടിലിൽ പകുതിയുടലും പകുതി തറയിലുമായി കിടക്കുന്നവനെ സെഫീന ദേഷ്യത്തോടെ നോക്കിയിരുന്ന് ഓരോ കാര്യങ്ങളായി ചിന്തിച്ചു കൂട്ടുകയാണ്. എന്നും അവൻ വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊണ്ടു വരുന്നവൻ ഇന്ന് ഒരു സാധനവും വാങ്ങിക്കൊണ്ട് വന്നില്ല. എന്തിന്? ഒരു കുപ്പി വെള്ളം പോലും വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ല. വിശന്നിട്ട് അവൾക്ക് കുടൽ കരയാൻ തുടങ്ങി. ഇനിയിപ്പോൾ ബോധം വരുമ്പോൾ പതിവ് പോലെ തൻ്റെ ശരീരം തേടി വരും. താൻ എത്ര എതിർക്കാൻ ശ്രമിച്ചാലും അവസാനം അവൻ്റെ തേനൂറുന്ന വാക്കുകൾ കേട്ട് ഞാനെല്ലാം മറന്നു പോവും. ഒന്നല്ല രണ്ടല്ല, അവന് മടുക്കുവോളം അങ്ങനെ തുടരും. പഴയതുപോലെ ഒന്നിലും ആനന്ദം കൊള്ളാൻ തനിക്ക് കഴിയുന്നില്ല. ഫൈസിക്ക ഓർത്തതും അതുവരെ പിടിച്ചു വെച്ച കണ്ണീരിൽ നിന്ന് ഒരൽപ്പം നിറഞ്ഞു. ഇപ്പോൾ സദാസമയം ആ മനുഷ്യൻ്റെ ഓർമ്മകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. വിശപ്പും ദാഹവും ചുട്ടുപൊള്ളുന്ന ഓർമ്മകളുമായി സഫീന നടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ മദ്യത്തിൻ്റെ തീവ്രലഹരിയിൽ മറ്റൊരു ലോകത്തേക്ക് എത്തിപ്പെട്ടവൻ സുഖമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. അവൻ്റെ ഉറക്കം കണ്ടവൾ ഭ്രാന്തി പിടിച്ചതുപോലെ റൂമിലിരുന്ന എന്തൊക്കെയോ സാധനങ്ങൾ എറിഞ്ഞൊഴിച്ചു. നേരെ വന്ന് വെളുത്തോട്ടെ, എല്ലാത്തിനും ഒരു തീർപ്പ് കൽപ്പിക്കണം. ഇവരെങ്ങനെ പോയാൽ ശരിയാവില്ല. ആലോചിച്ചു കൊണ്ടവൾ കിതപ്പോടെ ആ കട്ടിലിൻ്റെ ഒരു അരികിലേക്കിരുന്നു. എൻ്റെ മകളുടെ മക്കളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം കേട്ടോ. നീ വേറെ ഏതോ ഒരുത്തിയെ കെട്ടാൻ പോകുന്ന കാര്യം ഞങ്ങളറിഞ്ഞോ? അങ്ങനെ നീ വല്ലവളെയും കെട്ടിക്കൊണ്ട് വന്നിട്ട് അവളുമാരെ ആട്ടും തുപ്പും കേൾക്കാൻ വേണ്ടി ഞങ്ങളുടെ കൊച്ചുങ്ങളെ ഞങ്ങൾ നിനക്ക് വിട്ടു തരൂല. മര്യാദക്ക് ഞങ്ങളുടെ മക്കളെ ഞങ്ങളെ കൂടെ വിട്ടണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും. ഫൈസിക്ക് മറ്റൊരു വിവാഹം മുറിച്ചതറിഞ്ഞ് രാവിലെ എത്തിയതാണ് സെഫീനയുടെ ഉമ്മ. ഉമ്മയും വാപ്പയും ഉണ്ട്. വന്ന നിമിഷം മുതൽ അവർ തുടങ്ങിയതാണ് ഈ ബഹളം. ഇതിനു മുമ്പും കുട്ടികളെ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ബഹളം വെക്കുകയോ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ വന്നത് മുതലേ വീടിൻ്റെ അകത്തേക്ക് പോലും കയറാതെ മുറ്റത്ത് കിടന്നുള്ള ഒച്ചപ്പാടും ബഹളവുമാണ്. അവരുടെ സംസാരം കേട്ട് അയൽവാസികളൊക്കെ കൂടിയിട്ടുണ്ട്. ഫൈസിയും മൂത്ത സഹോദരനും ഫാസിലയും വാപ്പയും ഒക്കെ ഉണ്ട്. മക്കളും മൂന്നാളും ഫൈസിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇടയ്ക്കൊരു പ്രാവശ്യം സെഫീനയുടെ വാപ്പ ചെറിയ മോനെ വാരിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ കുതറിപ്പിടിഞ്ഞ് ഫൈസിയുടെ അടുത്തേക്ക് ഓടുകയായിരുന്നു. നിങ്ങൾ എന്തിനായി കിടന്ന് ബഹളം വെച്ച് ആൾക്കാരെ കൂട്ടുന്നത്? എന്ത് കാര്യമാണെങ്കിലും വീടിനകത്തേക്ക് കയറിയിരുന്ന് മാന്യമായിട്ട് സംസാരിക്കാലോ. ഫൈസി സമാധാനത്തിലാണ് ചോദിച്ചത്. ആർക്ക് സമാധാനം? എന്ത് സമാധാനം? നിനക്കാണിപ്പോൾ സമാധാനമൊക്കെ. നീ വേറെ വിവാഹം കഴിക്കാൻ പോവല്ലേ? ഞങ്ങൾക്കൊരു സമാധാനമില്ല. എൻ്റെ മോളെ കാണാതായിട്ട് എത്ര മാസമായെന്നറിയോ? നിനക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്നറിയാം. പക്ഷെ ഞങ്ങൾ അവളുടെ മാതാപിതാക്കളായി പോയില്ലേ? അവർ കരഞ്ഞു നിലവിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാനാണോ നിങ്ങളെ മോളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? അവൾ സ്വന്തം ഇഷ്ടപ്രകാരം അവൾക്ക് ഇഷ്ടമുള്ള ഒരാളൊപ്പം ഇറങ്ങിപ്പോയതല്ലേ. ഞാനെന്ത് തെറ്റാ ചെയ്തത് നിങ്ങൾ എന്നോട് പറയാൻ? എന്നിട്ടിപ്പോൾ ആ കുറ്റം എൻ്റെ മണ്ടയിൽ ചുമത്താൻ നിങ്ങൾക്ക് നാണല്ലേ? നിങ്ങളോട് പിന്നെയും ഞാൻ ക്ഷമിക്കുന്നത് നിങ്ങളെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. എന്നിട്ടും നിങ്ങളിവിടെ വന്ന് കിടന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടി ബഹളം വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര പ്രാവശ്യം നിങ്ങൾ മക്കളെ വിളിച്ചതാണ്? അന്നൊക്കെ അവർക്ക് എന്നോടൊപ്പം താമസിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞതല്ലേ? അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? ഇതാ നിൽക്കുന്ന 3 പേരുണ്ട്. നിങ്ങൾ വിളിച്ചോക്ക്. അവർക്ക് നിങ്ങളൊപ്പം വരാൻ താല്പര്യമുണ്ടെങ്കിൽ വന്നോട്ടെ. ഞാൻ ഒരിക്കലും എതിർക്കൂല. അവർ നിങ്ങളെ കൂടെ വരാത്തതേ എൻ്റെ തെറ്റല്ല. എന്നിട്ടും ഈ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങൾ എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് ഇനിയും പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ഫൈസി വളരെ സമാധാനത്തോടെയാണ് ഓരോ കാര്യവും പറഞ്ഞത്. അവനെന്തോ അവരോട് സഹതാപം തോന്നിപ്പോയി. നല്ലൊരു ജീവിതത്തിൽ നിന്ന് മകൾ എങ്ങോട്ട് ഇറങ്ങിപ്പോയത് അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല. എന്തെങ്കിലും പറഞ്ഞ് ഈ മക്കളെയെങ്കിലും തിരിച്ചെടുക്കാൻ നോക്കുമ്പോൾ അവിടെയും അവർക്ക് ജയിക്കാനും പറ്റുന്നില്ല. അതിൻ്റെ പരാക്രമങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഫാസിലാക്കും വല്ലാതെ അവരോടൊരു പാവം തോന്നിപ്പോയി. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മാതാപിതാക്കളല്ലേ. ഓരോ ദിവസവും അവരുടെ ഉള്ളിലെ ആരറിയാനാണ്. പക്ഷേ മകൾക്ക് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുമ്പോൾ ഇതൊന്ന് ആലോചിക്കണമായിരുന്നു. ഇതുപോലെയുള്ള ഭവിഷ്യത്തുകൾ വന്നു ചേരുമെന്ന് അന്നതൊന്നും ഓർക്കാതെ എല്ലാത്തിനും മോൾക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ട്
ഇന്നീ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെയും ഏറെ നേരം നിന്നവർ എന്തൊക്കെയോ കരയുകയും പറയുകയൊക്കെ ചെയ്തു. മക്കളെ 3 പേരെയും വിളിച്ചു നോക്കി. അവരൊന്നും കൂടെ പോവാൻ കൂട്ടാക്കിയില്ല. അവസാനം കണ്ണുനീരോട് കൂടെ തന്നെയാണ് അവിടെ നിന്നും പടിയിറങ്ങിയവർ പോയത്. ഫൈസിയുടെ ഹൃദയത്തിലും പിന്നെ വല്ലാത്തൊരു ഭാരം നിറഞ്ഞു. എന്തിനാ സഫീന നീ ഈ ക്രൂരത ഞങ്ങളോട് ചെയ്തത്? നീ ഒരൊറ്റ ഒരാൾ കാരണം ആരൊക്കെയാണ് വേദനിക്കുന്നതെന്നറിയാമോ? നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? നിനക്കിവിടെ എന്ത് കുറവുണ്ടായിട്ടാണ് നീ എന്നെയും മക്കളെയും ഉപേക്ഷിച്ചു പോയത്? ഇവിടെ കിട്ടാത്ത എന്ത് സുഖമാണ് നിനക്ക് അവിടെ കിട്ടുന്നത്? ഈ കഴിഞ്ഞു പോയ മാസങ്ങളിലൊക്കെയും അവൻ ആലോചിച്ചതും ഈ ഒരു കാര്യമായിരുന്നു. അതിന് ഇതുവരെ അവനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഇന്നാണ് ഫൈസിയുടെയും ആലിയുടെയും വിവാഹ ദിവസം. വീട്ടിൽ നിന്ന് ചെറിയൊരു ദ്വാരം കഴിഞ്ഞ് എല്ലാവരും വണ്ടിയിൽ കയറി. ഫൈസിയും മക്കളും വാപ്പായും ഫവാസുമൊക്കെ ഒരു കാറിലും ഫാസിലയും ജ്യേഷ്ഠത്തിയും മറ്റു ബന്ധുക്കളുമൊക്കെ മറ്റൊരു കാറുകളിലും കയറിയിട്ടുണ്ട്. പള്ളിയിൽ വെച്ചാണ് നിക്കാഹ്. അത് കഴിഞ്ഞ് ഫൈസിയൊക്കെ ആലിയയുടെ വീട്ടിലേക്ക് പോവൂ. പള്ളിയങ്കണത്തിലേക്ക് കാർ പാർക്ക് ചെയ്ത് എല്ലാവരും പള്ളിക്കകത്തേക്ക് കയറി. അവിടെ ആലിയയുടെ മാമയും വാപ്പയും അടക്കം അവരുടെ അടുത്ത ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഉസ്താദ് നിക്കാഹ് ചൊല്ലിക്കൊടുക്കുമ്പോൾ അത് ഏറ്റ് ചൊല്ലുന്നേരം ആലിയയുടെ വാപ്പ ഫൈസിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. ആരും അറിയാതെ ഉള്ളിൽ പേറുന്ന വേദനയുടെ ഭാരത്താൽ ഫൈസിക്ക് കണ്ണുകൾ കലങ്ങി. ഒരു പിതാവിന് വീണ്ടും വാക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം തന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. നിക്കാഹ് ചൊല്ലി കഴിയുന്നേരം ആലിയയുടെ വാപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു തുള്ളി കണ്ണുനീർ ഫൈസിയുടെ കൈകളിലേക്ക് ഉറ്റി വീണു. ആ കണ്ണുനീരിൽ ഫൈസിയുടെ ഹൃദയം പൊള്ളിപ്പോയി. അദ്ദേഹത്തിൻ്റെ മകളുടെ മുഖമൊന്ന് താൻ ശരിക്ക് കണ്ടിട്ട് കൂടിയില്ല. അവളെ തന്നിലേക്ക് ഉൾക്കൊള്ളാനോ സ്നേഹിക്കാനോ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ല. പിന്നെന്തിനാണ് ഈ വിവാഹം എന്ന് ചോദിച്ചാൽ അതെൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. ആ മക്കൾക്ക് വേണ്ടി ഞാൻ സ്വാർത്ഥനാവുകയാണ്. സഫീനയെ ഇപ്പോഴും തനിക്ക് മറക്കാൻ കഴിയില്ല. ഫൈസിക്ക് തല പൊരുത്തു. ആലിയയുടെ ഉപ്പയുടെ നിറഞ്ഞ മിഴികളോടെ ഫൈസിയെ നോക്കി. 2 വർഷം കൊണ്ട് ഒരായുഷ്കാലം മുഴുവനും അനുഭവിക്കാവുന്ന വേദന അത്രയും അനുഭവിച്ച പൊന്നു മോൾക്ക് ഇനിയൊരു വേദന കൊടുക്കല്ലേ എന്ന് ആ കണ്ണുനീർ തുള്ളികൾ യാചിക്കും പോലെ തോന്നി ഫൈസിക്ക്. അധിക നേരം ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ കഴിയാതെ അവൻ നോട്ടം മാറ്റുമ്പോൾ ഇരുവരും പരസ്പരം കെട്ടിപ്പുണർന്നിരുന്നു. ആലിയയുടെ മാമ അവളുടെ വാപ്പയുടെ പുറകിൽ നിന്ന് ഒന്ന് തട്ടി ആശ്വസിപ്പിച്ചു. ളുഹർ നമസ്കാരം കഴിഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി. ഇനി മഹർ കൊടുക്കാനായി ആലിയയുടെ വീട്ടിലേക്ക്. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.